ഏകാന്തേശമതമ സാധനയുക്തന്മാരായി സാധുക്കളവരോടും സംഗതിയുണ്ടാകുമ്പോൾ ചേതസീപവർക്കഥാശ്രവണേരതിയുണ്ടാം കഥാശ്രവണേന ഭക്തിയും വർദ്ധിച്ചിടും. ഭക്തി വർദ്ധിച്ചിടുമ്പോൾ വിജ്ഞാനമുണ്ടായി വരും. വിജ്ഞാനജ്ഞാനാദികൾ കൊണ്ട് മോക്ഷവും വരും. വിജ്ഞാനമെന്നാൽ ഗുരുമുഖത്തിൽ നിന്നിതെല്ലാം ആകയാൽ ഭക്തിയും നിങ്ങളെ പ്രേമ വായ്പും രാഘവ സദാ ഭവിക്കണമേ ദയാനിധി. ത്വത്പാദാബ്ജങ്ങളിലും ത്വൽഭക്തന്മാരിൽ നേത്രവും സീതയാ സാർദ്ധം ഹൃദി വസിക്ക സദാ ഭവാൻ. സീതാവല്ലഭ ജഗന്നായക ദാശരഥി. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരിടത്ത് കിടക്കുമ്പോഴും ഭുജിക്കുമ്പോഴും എന്നു വേണ്ട നാനാകർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ സദാകാലം മാനസേ ഭവദ്രൂപം തോന്നേണം ദയാംബുദേ. കുംഭസംഭവനിധി സ്തുതിച്ചു ഭക്തിയോടെ ജമ്പാരി തന്നാൽ മുന്നം നിശ്ചിത്തമായ ചാപം ബാണതൂണീരത്തോടും കൊടുത്തു ഖഡ്ഗത്തോടും ആനന്ദ വിവശനായി രാക്ഷസവംശം തൻ പിന്നെയും അരുൾ ചെയ്താൻ. ഭൂഭാരഭൂതമായ രാക്ഷസവംശം നിന്നാൽ ഉപദേവിനിഷ്ടമായിടണം വൈകിടാതെ. സ്തുതിക്കുകയാണ് ഭഗവാൻ. ആ ഭഗവാനെ മുന്നിൽ കിട്ടിയപ്പോൾ എല്ലാം മറന്നുകൊണ്ട് സ്തുതിക്കുകയാണ്. ഈ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിക്ക് കാരണഭൂതൻ മായയെ കൊണ്ട് നീ തന്നെ സൃഷ്ടിച്ചതല്ലേ? ആർക്കും അത് അറിയുന്നില്ല ഭഗവാനെ. വിവിധ രൂപത്തിൽ വിവിധ ഭാവത്തിൽ നീ തന്നെ വ്യത്യസ്ത രൂപങ്ങൾ എടുത്തുകൊണ്ട് നിന്റെ മായാദേവിയെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുകയല്ലേ? ആർക്കും അറിയാത്തതല്ല ഭഗവാനെ. ഒന്നുണ്ട്, സന്യാസിമാരായ ഞങ്ങളുടെ കൂടെ ആരെങ്കിലും സംഘം ചേർന്നാൽ അവർക്കും ഭക്തി വരും. ആ സന്യാസി ഭാഗത്തിനോടൊപ്പം ചേർന്നാൽ ഭഗവാന് കിട്ടുമെന്ന ധ്യാനത്തോടുകൂടി വിശ്വാസത്തോടുകൂടി ഞങ്ങളുടെ കൂടെ വസിക്കുന്നു. ഭഗവാനെ ഈശ്വര ധ്യാനത്തോടുകൂടി കഴിയുന്ന ഞങ്ങളെ എപ്പോഴും ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുമാറാകണേ ഭഗവാനെ. പ്രാർത്ഥിക്കുകയാണ് ഭഗവാൻ. ആ ഭഗവാനോടാണ് പ്രാർത്ഥിക്കുന്നത്. അവസാനം ഒന്നുകൂടി ചെയ്യുന്നു. ഭഗവാനെ, ഈ പ്രപഞ്ചത്തിലേക്ക് ഇറങ്ങി വന്നത് ദുഷ്ടരാക്ഷസന്മാരെ ഇല്ലാതാക്കാനായിക്കൊണ്ടല്ലേ? ആ ബ്രഹ്മൻ എനിക്ക് ഏൽപ്പിച്ചിട്ടുള്ള ദിവ്യമായ അസ്ത്രം ചാപം ഇതാ നിന്നിലേക്ക് ഞാൻ തരുന്നു. നീ അതുകൊണ്ട് ഈ രാവണ രാക്ഷസ സമൂഹത്തെ മുഴുവൻ ഇല്ലാതാക്കി ഭൂമിയുടെ സങ്കടം തീർക്കാൻ അതുകൊണ്ട് സാധിക്കുമെങ്കിൽ നീ അത് നോക്കൂ. തന്റെ കയ്യിലുള്ള ആയുധം പോലും, കാരണം ഭഗവാനെ കിട്ടിക്കഴിഞ്ഞ പാദാരവിന്ദത്തിൽ നമസ്കരിച്ചുകൊണ്ട് തന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള ദിവ്യ ആയുധങ്ങൾ പോലും ആ അഗസ്ത്യൻ തിരിച്ചു കൊടുക്കുകയാണ്. ജമ്പാരി തന്നാൽ മുന്നം നിക്ഷിപ്തമായ ചാപം പണതൂണീരത്തോടും കൊടുത്തു ഖഡ്ഗത്തോടും ആനന്ദ വിവശനായി പിന്നെയും അരുൾ ചെയ്താൻ. ഭൂഭാരം ഭൂതമായ രാക്ഷസവംശം തിന്നാൽ ഉപദേ വിനിഷ്ടമായിടണം വൈകിടാതെ. ഒന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ് ഭഗവാനെ, നിന്റെ കൈ കൊണ്ട് തന്നെ ഈ രാക്ഷസ വൃന്ദം മുഴുവൻ, രാക്ഷസ സമൂഹം മുഴുവൻ നിശേഷം നശിക്കണേ, അത് നശിപ്പിക്കണേ. പഞ്ചവടി ഗൗതമി നീരെ നല്ലൊരാശ്രമം ചമച്ചതിൽ സീതയാ വസിക്ക പോയി ശേഷമുള്ളൊരു കാലം അത്രൈവ വസിച്ചു നീ ദേവകാര്യങ്ങളെല്ലാം സനുജ്ഞ നൽകി മുനി. സ്തോത്രസാരം അഗസ്ത്യ സുഭാഷിതം തത്വാർത്ഥ സമന്വിതം രാഘവൻ തിരുവടി ബാണജമിത്രാത്മജനോടും പ്രീത്യാജാനകിയോടും എഴുന്നള്ളിടുന്നേരം എല്ലാം സ്തുതിച്ച് നമസ്കരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നിലുള്ള അസ്ത്രവും കൂടി കൊടുത്തിട്ട് അഭ്യർത്ഥിക്കുകയാണ്. കൂടി പൊക്കോളൂ, സുഖമായി താമസിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം അവിടെയുണ്ട്. ഇതിന്റെ ഗോദാവരിയുടെ തീരത്ത്, ഗോദാവരിയുടെ തീരത്ത് ഒരു ഗംഗയെ മാത്രമേ അവിടെ സാഗരകുമാരൻ ഗീതത്തിൽ തന്റെ അമ്മാവന്മാരുടെ ചാമ്പലിന്റെ കൂടെ ഗംഗാതീർത്ഥം പ്രവഹിപ്പിക്കാൻ പരമഭക്തനായിട്ടുള്ള സാഗര രാജകുമാരൻ
വീഡിയോ 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 അത് ഭൂമിയിലൂടെ ഒഴുകുമ്പോൾ പാതാളത്തിലാണ് തന്റെ മാതുലന്മാരെ ചമ്പലായി കിടക്കുന്നത് കവിത മഹർഷിയുടെ ശാപം കൊണ്ട്. ആ പാതാളത്തിലുള്ള കവിത മഹർഷിയുടെ ആശ്രമഭവനത്തിൽ ചമ്പലായി ഭാരമായി കിടക്കുന്ന ആ ഭാഗത്തേക്ക് ഗംഗ ഒഴുകിയപ്പോൾ അതിന്റെ നാമം വീണ്ടും മാറി ഭോഗവതിയായി. ആകാശഗംഗ മന്ദാകിനിയായി. ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോ പല നാമങ്ങളായി. പക്ഷേ അപ്പോഴും ഗംഗയ്ക്കാണ് പ്രാധാന്യം. അവിടുന്ന് വീണ്ടും പാതാള ലോകത്തിലെത്തിയപ്പോൾ അത് ഭോഗവതിയായി. ഇവിടെ പറയാണ് കുറച്ചുകൂടി രാമായണ മാസം നിന്റെ കൊടുത്തിട്ട് വാങ്ങാറുണ്ട്. രക്ഷാർത്ഥമായി നിന്നിടും ഭക്തിയോടെ സീതയെ മധ്യയാക്കി മൂവരും പ്രാതകാലെ ഗൗതമി തന്നിൽ കുളിച്ചർഗ്യവും കഴിച്ചുടൻ പോരുമ്പോൾ സൗമിത്രി പാനീയവും കൊണ്ടുപോരും വാരം വാരം പ്രീതി പൂണ്ടിങ്ങനെ വാഴും കാലം. അങ്ങനെ സീതാസമേതം അവർ താമസിച്ചോളൂ.
ആശ്ചര്യപ്പെട്ടു.